ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മളെ മക്കൾക്കൊക്കെ ഇതുണ്ടച്ചാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വഴുതനങ്ങ ഉണ്ടച്ചാൽ നമുക്ക് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അതിലേക്ക് നല്ല കഴുകി വട്ടത്തിൽ മുറിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ആക്കുക കേട്ടോ. ഇത് പൊരിച്ചെടുത്താൽ നമുക്ക് മീൻ പൊരിച്ചതൊന്നും വേണ്ട കേട്ടോ. അതാണ് ഞാൻ ഈ റെസിപ്പി വീഡിയോ എടുക്കാൻ കാരണം. അടിപൊളിയാണ്. നല്ല മിക്സായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ മസാല ആക്കി കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. മസാല തേച്ചിട്ട് കുറച്ച് നേരം വെക്കണം. എന്നിട്ട് നമുക്ക് പേന അടുപ്പത്ത് വെച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുക വെച്ചാലൊക്കെ ഇത് മതിയിട്ട് അവർക്ക് ചോറ് കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൂട്ടാനൊന്നുമില്ല, എന്താ വെക്കുക എന്നൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മീൻ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പുളിഞ്ചാറ് വെച്ചിട്ട് വഴുതനങ്ങ പൊരിച്ചാൽ അത് മതിയിട്ടോ കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് സ്കൂൾക്ക് ഞാൻ എന്താ കൊടുത്തയക്കണം. അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് വീഡിയോ എടുത്താലോ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാട്ടോ വീഡിയോ. നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്ക്. അപ്പോൾ അത് മൊരിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വയ്ക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഉണ്ടച്ചാൽ അതിട്ട് അതിൻ്റെ മണക്കൂടി വരുമ്പോൾ അടിപൊളി കേട്ടോ. ഇനി അത് മൊരിഞ്ഞ് വരുമ്പോൾ ചിലർക്കൊന്നും വഴുതനങ്ങ അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ. ഏത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഇന്ന് ഇതുണ്ടാക്കിയിട്ട് ഞാൻ കുട്ടിക്ക് കൊടുത്തയക്കണ കൂടി ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നാഷ്ടയ്ക്ക് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതാ ചോറ് ആക്കിയിട്ടോ. കുട്ടിക്ക് മൂത്തവൾക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ മറ്റവർക്കൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ഞാൻ ചോറാക്കി കേട്ടത്. അപ്പോൾ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ കടലക്കറിയും ചോറും കൊടുക്കുമ്പോൾ അതിലൊന്ന് പൊരിച്ചത് എന്ന് പറയുമ്പോൾ ഒരു ചൊടിക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ വഴുതനങ്ങ പൊരിച്ചത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നമ്മളെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. എത്രയും പെട്ടെന്ന് സ്കൂൾക്ക് പോകുമ്പോൾ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ഇത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ഇട്ടിട്ടൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.